അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഹത്തായ റജബിൻ്റെ മാസത്തിലെ പ്രധാനപ്പെട്ട ചരിത്രങ്ങൾ കുറിക്കുന്ന ഒരു പകലാണ് ഇസ്രാ മിഅ്റാജിൻ്റെ റജബ് 27-ാം ദിനം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമയാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടമയാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ ദർശിക്കുന്നതിന് വേണ്ടി ഒരൊറ്റ രാത്രി കൊണ്ട് രാപ്രയാണം ചെയ്ത് ആകാശഭൂമി ലോകത്തെ സർവ ദൃഷ്ടാന്തങ്ങൾക്കും സാക്ഷ്യപ്പെടുത്തിയാണ് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമുക്ക് സംവിധാനിച്ചത്. ആ ഒരു യാത്രയിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ നിസ്കാരത്തെ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തീങ്ങൾക്ക് നിലനിർത്തുവാൻ വേണ്ടിക്കൊണ്ട് സമ്മാനം നൽകിയ ഏറ്റവും വലിയ മഹത്വം ഉൾക്കൊള്ളുന്ന സുന്ദരമായ ഒരു ദിനമാണ് റജബ് 27 എന്നുള്ളത്. അതുകൊണ്ടാണ് മഹാന്മാർ റജബ് 27ൻ്റെ പകലിന് വലിയ മഹത്വങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. നാം ആ മഹത്വം മനസ്സിലാക്കി ഇമാമുകൾ നമുക്ക് തന്ന, പണ്ഡിതന്മാർ നമുക്ക് ചൊല്ലുവാനും ജീവിതത്തിൽ പകർത്തുവാനും വേണ്ടി ഒരുപാട് ദിക്റുകൾ, ദുആകൾ എല്ലാം നമുക്ക് സംവിധാനം ചെയ്തു തന്നിട്ടുണ്ട്. ആ അടിസ്ഥാനത്താൽ റജബ് 27ൻ്റെ പകലിനെ നോമ്പുകൊണ്ടും അതുപോലെ തന്നെ ദിക്ർ ദുആകൾ കൊണ്ടും ഫർളും സുന്നത്തുമായ എല്ലാ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാൻ നാം എല്ലാവരും തയ്യാറാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെ സംസ്കരിച്ചെടുക്കുക, നമുക്ക് പ്രയാസങ്ങൾ തോന്നിപ്പോകുന്നതായ, ലജ്ജ വരാൻ ഇടയുള്ളതായ മേഖലകളിൽ നിന്ന് സ്വന്തം ശരീരത്തെയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും എല്ലാം ശുദ്ധീകരിച്ചെടുത്ത് വലിയ വിജയികളാവാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ പരിശ്രമിക്കുക. ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്. നാഥനായ റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന ഏറ്റവും വലിയ നല്ല മുഖ്ലിസായ ഒരു അടിമകളുടെ ലിസ്റ്റിൽ നമ്മൾ പെടുവാൻ നാം തയ്യാറാവുക. പരിശുദ്ധമാക്കപ്പെട്ടതായ റജബ് 27ൻ്റെ പുണ്യമാക്കപ്പെട്ടതായ പകലിരവുകളിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് 60 മാസത്തെ നോമ്പ് നോൽക്കുന്നതിന് കടപിടിക്കുന്നതാണെന്ന് മഹാനായ പണ്ഡിതന്മാർ, മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സുന്ദരമായ രാപ്പകലുകളിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് വരുന്ന ശഅബാനിലും ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നതായ റജബിൻ്റെ ഓരോ സമയങ്ങളിലും പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിൻ്റെ എല്ലാ സുന്ദര രാവുകളിലും ഇബാദത്തുകൾ കൊണ്ട് മുഴുകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നല്ല ഒരു സമ്പൽ സമൃദ്ധിയുള്ള ജീവിതം എല്ലാവർക്കും ഉടയ തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയും നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.